ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു സൈലന്റ് ലേണിംഗ്. ഇറ്റ്സ് മീ രോഹിത്. മക്കളെ, നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ക്ലോഷർ പ്രോപ്പർട്ടി എന്താണെന്ന് അടിപൊളിയായിട്ട് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലെ. ഇന്ന് നമുക്ക് പഠിക്കാനുള്ളത് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി. കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി വളരെ എളുപ്പമാണ്, വളരെ സിമ്പിൾ ആണ്. ഒരു ഗ്രൂപ്പ് എടുക്കുക, നിങ്ങൾ ഒരു ഗ്രൂപ്പ് എടുക്കുക. അതിന്റെ ഒരു ഡെഫിനിഷൻ നിങ്ങൾ കാണുന്നത് അതൊന്നും നോക്കണ്ട മക്കൾ. തൽക്കാലം ഒരു ഗ്രൂപ്പ് ഓഫ് നമ്പേഴ്സ് എടുക്കാം, ഒരു സെറ്റ് ഓഫ് നമ്പേഴ്സ്. ഒന്നുകിൽ ഇൻഡിജേഴ്സ് എടുക്കാം, അല്ലെങ്കിൽ ഹോൾ നമ്പേഴ്സ് എടുക്കാം, അല്ലെങ്കിൽ നാച്ചുറൽ നമ്പേഴ്സ് എടുക്കാം, അല്ലെങ്കിൽ റേഷണൽ നമ്പേഴ്സ്, ഏതെങ്കിലും ഒരു ഗ്രൂപ്പ്. ഓക്കെ, ഞാനിപ്പോൾ തൽക്കാലം നാച്ചുറൽ നമ്പേഴ്സ് എടുക്കുന്നു. നാച്ചുറൽ നമ്പേഴ്സ്, ആ ഗ്രൂപ്പിൽ നിന്ന് രണ്ട് നമ്പേഴ്സ് തമ്മിൽ മക്കളെ ആഡ് ചെയ്യും. രണ്ട് നമ്പേഴ്സ് തമ്മിൽ ആഡ് ചെയ്യും. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ 2ഉം 3ഉം എടുത്തു. 2ഉം 3ഉം എടുത്തു. ഇത് രണ്ടും കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു? ഈ രണ്ട് നമ്പേഴ്സ് കൂടെ നമ്മൾ ആഡ് ചെയ്യുന്നു. റിസൾട്ട് എത്രയാ കിട്ടുന്ന? റിസൾട്ട് എത്രയാ? 5 അല്ലേ. ഇനി ഞാൻ എന്ത് ചെയ്യുന്നു എന്ന് വെച്ചാൽ ഈ നമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതുന്നു. അതായത് നമ്മൾ എടുത്ത നമ്പേഴ്സ് ഏതൊക്കെയാ? 2ഉം 3ഉം. അത് രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി എഴുതുക. അതായത് 3ന്റെ സ്ഥാനത്ത് 2 എഴുതുക, 2ന്റെ സ്ഥാനത്ത് 3 എഴുതുക. അപ്പൊ എങ്ങനെയാ വരിക? 3+2. റിസൾട്ട് എത്രയാ? അഗെയിൻ 5 ആണ്. അതായത് നമ്മൾ ഈ നമ്പേഴ്സ് അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്ത് എഴുതിയിട്ടും റിസൾട്ടിന് ഒരു മാറ്റവും റിസൾട്ട് സെയിം ആണ് അല്ലെ. 2+3 or 3+2, ദ റിസൾട്ട് ഈസ് ദ സെയിം ആസ് യു ക്യാൻ സീ അല്ലെ. 2+3 എഴുത്താലും അത് അങ്ങോട്ടും ഇങ്ങോട്ടും തലതിരിച്ചിട്ടു 3+2 ആക്കി, എന്നാലും റിസൾട്ടിന് ഒരു വ്യത്യാസമില്ല അല്ലെ. സെറ്റ് അല്ലേ മക്കളെ? യെസ്, അതാണ് കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. അതായത് ദ റിസൾട്ട് വിൽ ബി ദ സെയിം ഈവൺ ഇഫ് ദ നമ്പേഴ്സ് ആർ ഇന്റർചേഞ്ച്ഡ്. പഠിച്ചു, കമ്മ്യൂട്ടേറ്റീവ് പ്രോപ്പർട്ടി നിങ്ങൾ പഠിച്ചു. ഇനി നമുക്ക് എന്ത് ചെയ്യാം? ഇവിടെ നമ്മൾ അഡീഷന്റെ കേസിൽ മാത്രമേ നോക്കിയിട്ടുള്ളൂ അല്ലെ. നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഇൻഡിജേഴ്സ് മാത്രം ഞാൻ നിങ്ങൾക്ക് പറഞ്ഞുതരാം. ബാക്കിയുള്ളത് മക്കള് ചെയ്ത് നോക്കുക. ഹോൾ നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ്, അതേപോലെ റാഷണൽ നമ്പേഴ്സ്, ഇതൊക്കെ മക്കൾ ചെയ്ത് നോക്കാം. ഞാൻ ഇൻഡിജേഴ്സിന്റെ കേസിൽ ഓരോ ഓപ്പറേഷൻസ് ആയിട്ട് അഡീഷൻ, സബ്ട്രാക്ഷൻ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, ഇതെല്ലാത്തിലും കമ്മ്യൂട്ടേറ്റീവ് ആണോ അല്ലയോ എന്ന് പറഞ്ഞുതരാം. നമുക്ക് നോക്കാം. ഇൻഡിജേഴ്സിൽ നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ളത് അഡീഷൻ ആണ്. മക്കളെ, ഏത് രണ്ട് ഇൻഡിജർ എടുത്ത് ആഡ് ചെയ്തോ. ഫോർ എക്സാമ്പിൾ ഒരു പോസിറ്റീവ് ഇൻഡിജറും ഒരു നെഗറ്റീവ് ഇൻഡിജറും 3ഉം -4ഉം രണ്ടും തമ്മിൽ ആഡ് ചെയ്തോ. അഡീഷൻ അല്ലേ, അതുകൊണ്ട് ആഡ് ചെയ്യുന്നു. എത്ര റിസൾട്ട്? 3 + -4 എന്ന് പറഞ്ഞാൽ 3 എഴുതണം, പിന്നെ ഈ പ്ലസും മൈനസും കൂടെ മൈനസ് ആയിട്ട് മാറും. -4. 3 - 4 എത്രയാ? -1. ഇനി എന്ത് ചെയ്യണം? ഇനി ഈ രണ്ട് നമ്പേഴ്സും ഇന്റർചേഞ്ച് ചെയ്ത് എഴുതുക, മാറ്റി എഴുതുക. വിച്ചുവൽ എങ്ങോട്ടും മാറ്റുക. 3ന്റെ സ്ഥാനത്ത് -4 ആദ്യം വരും, പിന്നെ പ്ലസ് -4ന്റെ സ്ഥാനത്ത് ഇത് വരണം, 3 വരണം. 3. ഓക്കെ, -4 + 3 എന്ന് പറഞ്ഞാൽ എത്രയാ? -4 + 3, അത് അഗെയിൻ -1 ആണ്. അപ്പൊ നമ്മൾ അങ്ങനെ ഏത് രണ്ട് ഇൻഡിജേഴ്സ് എടുത്ത് ആഡ് ചെയ്താലും, ഫോർ എക്സാമ്പിൾ നമുക്ക് നേരത്തെ എഴുതിയത് 2+3 എന്ന് പറഞ്ഞാലും 3+2 എന്ന് പറഞ്ഞാലും സെയിം ആണ് അല്ലെ. അങ്ങനെ നമ്മൾ ഏത് രണ്ട് ഇൻഡിജേഴ്സ് എടുത്ത് ആഡ് ചെയ്താലും, അത് തല തിരിച്ചിട്ടിട്ട് ആഡ് ചെയ്താലും റിസൾട്ട് എന്തായിരിക്കും? സെയിം ആയിരിക്കും. അപ്പൊ നമുക്ക് പറയാം കമ്മ്യൂട്ടേറ്റീവ് ആണ്. അഡീഷൻ, ഇൻഡിജേഴ്സിന്റെ കേസിൽ അഡീഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഇനി സബ്ട്രാക്ഷൻ കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കും. നമുക്ക് രണ്ട് ഇൻഡിജേഴ്സ് എടുക്കാം, 5ഉം 4ഉം. രണ്ടും തമ്മിൽ സബ്ട്രാക്ട് ചെയ്തു. 5 - 4 എത്രയാ കിട്ടിയ റിസൾട്ട്? ദാറ്റ് ഈസ് 1 ആണ് അല്ലെ. പക്ഷേ രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യും. 5ഉം 4ഉം അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്റർചേഞ്ച് ചെയ്യും. അപ്പൊ എന്താ കിട്ടുക? 4 - 5 അല്ലേ. 4 - 5 എന്ന് പറഞ്ഞാൽ 1 ആണോ? അത് -1 അല്ലേ. അപ്പൊ നമുക്ക് പറയാം 5 - 4 എന്ന് പറയുന്നത് എന്തിന് ഈക്വൽ അല്ല? നോട്ട് ഈക്വൽ ടു 4 - 5. അതുകൊണ്ട് തന്നെ ഇൻഡിജേഴ്സിന്റെ കേസിൽ സബ്ട്രാക്ഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ല. സെറ്റ് ആണല്ലോ. നെക്സ്റ്റ്, മൾട്ടിപ്ലിക്കേഷൻ മക്കൾ ഏത് രണ്ട് ഇൻഡിജേഴ്സ് എടുത്ത് മൾട്ടിപ്ലൈ ചെയ്ത് നോക്കൂ. ഇപ്പൊ 5 × -3 അത് തന്നെയാണ്. അത് നേരെ തലയിരിച്ചിട്ടുള്ള -3 × 5 എന്ന് പറയുന്നതും സെയിം റിസൾട്ട് ആണ്. എത്രയാ? റിസൾട്ട് രണ്ടിലും -15 ആണ് വരിക. ഇനി -6 × -2 അത് തന്നെയാണ്. -2 × -6 ചെയ്താൽ കിട്ടുക എത്രയാ? -⁻⁻ പ്ലസ് ആവും. 6 × 2 12 അല്ലെ. ഇനി രണ്ട് പോസിറ്റീവ് ഇൻഡിജേഴ്സ് ആണെങ്കിൽ 2 × 3 തന്നെയാണ്. 3 × 2 ചെയ്താൽ കിട്ടുക അല്ലെ. സോ നമുക്ക് ധൈര്യമായിട്ട് പറയാം ഇൻഡിജേഴ്സിന്റെ കേസിൽ മൾട്ടിപ്ലിക്കേഷൻ കമ്മ്യൂട്ടേറ്റീവ് ആണ്. ഇനി ഡിവിഷൻ കമ്മ്യൂട്ടേറ്റീവ് ആയിരിക്കും അല്ലയോ? നമ്മൾ രണ്ട് ഇൻഡിജേഴ്സ് എടുക്കുക. 4ഉം 5ഉം എടുത്തു. അപ്പോൾ 4 / 5ഉം നേരെ തിരിച്ചിട്ടല്ലേ 5 / 4ഉം ഈക്വൽ ആണോ? എടാ 4/5ഉം 5/4ഉം ഈക്വൽ ആണോ? ഒരിക്കലും ഈക്വൽ അല്ല. ഫോർ എക്സാമ്പിൾ എടുക്കുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഈക്വൽ അല്ലാന്ന്. നമ്പേഴ്സ് ഇന്റർചേഞ്ച് ചെയ്ത് എഴുതിയാലും ഈക്വൽ ആവുന്നില്ല, റിസൾട്ട് ഈക്വൽ ആവുന്നില്ല. അപ്പൊ എന്താണ്? ഇൻഡിജേഴ്സിന്റെ കേസിൽ ഡിവിഷൻ കമ്മ്യൂട്ടേറ്റീവ് അല്ല. സെറ്റ് ആണല്ലോ. ഇങ്ങനെ മക്കള് ഹോൾ നമ്പേഴ്സ്, നാച്ചുറൽ നമ്പേഴ്സ്, റാഷണൽ നമ്പേഴ്സ് എല്ലാം തന്നെ കൃത്യമായിട്ട് നോക്കിക്കൂടാ. കൃത്യമായിട്ട് മക്കൾക്ക് ആൻസർ കിട്ടും. സോ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ബൈ.